ഒരു കേസിലാണ് ഞാൻ. അപ്പോൾ ക്യാബിൽ വെയിറ്റിംഗ് റൂമിൽ 2 കേസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഉള്ളിലുള്ള കൺസൾട്ടേഷൻ റൂമിലുള്ള കേസ് തീരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ഈ 2 കുടുംബങ്ങളും 2 കേസും പരസ്പരം ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ആ സമയത്തൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ഈ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് 2ാമത്തെ കേസ് കയറിയപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ഈ പുറത്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഒരാണും പെണ്ണും അവരുടെ കുടുംബമാണുള്ളത്. ഇവർ 2 ഒരു ആങ്ങളെയും പെങ്ങളും ആണല്ലോ. അവരുടെ മക്കൾ കൂടെ ഉണ്ട്, അവരുടെ ഭാര്യമാരും മക്കളൊക്കെ കൂടെ ഉണ്ട്. ഇവരുടെ മക്കൾ പോലും പരസ്പരം ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് ആലോചിക്ക്. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വളർന്ന് ഒരേ ചോര സിരകളിലൂടെ ഇങ്ങനെ ഒഴുകി ഒരുപോലെ ജീവിച്ച് വന്ന 2 പേരെ എന്തിന്റെ പേരിലാ? ഉമ്മക്ക് 2 തെങ്ങ് ഏറെ കൊടുത്ത്. ആർക്ക്? ആങ്ങളൊക്കെ ഇല്ലേ? 2 തെങ്ങ് ഓക്ക് ഏറെ കൊടുത്തോലോ. അതിന്റെ പേരിലാ തെറ്റിക്കണത്. ഓൾ പോണ കല്യാണത്തിന് ഞാൻ പോവില്ല, അല്ലെങ്കിൽ ഓൻ പോണ കല്യാണത്തിന് ഞാനിനി പോണില്ല, ഓന്റെ പെണ്ണുങ്ങളോട് ഞാനിനി മിണ്ടണില്ല, അല്ലെങ്കിൽ ഓളെ പുയ്യാപ്പളിനോട് ഞാനിനി മിണ്ടണില്ല. പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കി, പ്രാർത്ഥന സ്വീകരിക്കൂലോ അല്ലേ? തെറ്റിക്കുക. ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റില്ല. 5 നേരം പള്ളിയിലെത്തും നിസ്കരിക്കാന്, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ മുസല്ല വിരിക്കും നമ്മള്. ആരാ കേൾക്കണ പ്രാർത്ഥന? പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട 1ാമത്തെ കൂട്ടർ ആരാന്നറിയോ? കുടുംബബന്ധം മുറിച്ചോനാ. കുടുംബബന്ധം മുറിച്ചോന്റെ പ്രാർത്ഥന കേൾക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമ്മാതിരി തണുപ്പത്തും മഴയത്തൊക്കെ സുബൈക്ക് നീറ്റ് പള്ളി പോണില്ലേ? സുബൈക്ക് നീറ്റ് നിസ്കരിക്കണില്ലേ? 5 നേരം ഫർള് നിസ്കരിക്കണതിന്റെ കൂടെ സുന്നത്ത് എടുക്കണില്ലേ? പട്ടിണി കിടന്ന് നോമ്പ് വെൽക്കണില്ലേ? കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്ത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മങ്ങൾ ചെയ്യണില്ലേ? കുറച്ച് പ്രയാസം തന്നെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനൊക്കെ. പക്ഷെ അത് നമുക്ക് പ്രയാസമായി തോന്നാത്തത് എന്തുകൊണ്ടാ? അവിടെ എന്തുണ്ട്? നിനക്ക് പകരം എറ്റേണലായ അല്ലെ, എവർ ലാസ്റ്റിംഗ് ദ ഹെവൻ, ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗം ഒരിക്കലും നശിക്കാത്ത സ്വർഗം, അവസാനിക്കാത്ത സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസ ഇതൊക്കെ പ്രയാസമില്ലാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. പക്ഷെ അതൊന്നും സ്വീകരിക്കൂല എന്ന് പറയുമ്പോ, നിസ്കാരം വെറും ഒരു കുത്തിമറിച്ചിലാവുമെന്ന് പറയുമ്പോ, നോമ്പ് വെറും പട്ടിണി കിടക്കലാണ് ആവുമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവർ അതിന്റെ കാരണം എന്താ? ഈ കുടുംബ ബന്ധം മുറിച്ചതാണ്. ആദർശത്തിന്റെ പേരില് അല്ലെ, അല്ലെങ്കിൽ ഐഡിയോളജിയുടെ പേരിൽ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിൽ ആങ്ങളെയും പെങ്ങളും ജ്യേഷ്ഠാനിയന്മാരും ഒക്കെ തെറ്റി നിൽക്കുക, പിണങ്ങി നിൽക്കുക എന്ന് പറയുന്നതിന്റെ അത്ഭുതങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.